ഹായ്, 360 ക്യാമറയുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, 360 ക്യാമറ വാങ്ങിയിട്ട് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മളതിലേക്കൊന്നും ഇറങ്ങണില്ല എന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ 360 ക്യാമറയൊക്കെ വാങ്ങിയിട്ട് സാധാ ആക്ഷൻ ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്താണ്, എങ്ങനെയാണ് ബെസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. രണ്ടാമത്തെ കാര്യം, 360 ക്യാമറ ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നും. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത ഒരു ക്യാമറയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് 360 ക്യാമറ കൊള്ളാലോ സംഗതി എന്ന് തോന്നും. അതുകൊണ്ട് അത്തരക്കാരും കൂടെ ഒന്ന് കാണുക. ഐപാഡിൽ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സാധാ ഫോണിൽ, ആൻഡ്രോയിഡിലും ഐഫോണിലും ഐപാഡിലൊക്കെ ഏറെക്കുറെ ഒരേ ഇൻ്റർഫേസാണ്. അതുകൊണ്ടാണ് ഈ ഐപാഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി സ്ക്രീനിലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഇൻസ്റ്റാ 360 എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക, ഇത് 360 ഡിഗ്രി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് 360 ആപ്പ് ഓപ്പൺ ചെയ്യുക, ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യുക. ക്യാമറ ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് കണക്റ്റ് ആവുള്ളൂ എന്നറിയാമല്ലോ. ഓൾറെഡി എൻ്റെ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ ആൽബത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫയൽസ് എടുക്കുക. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് ആസ്പെക്ട് റേഷ്യോ ആണ് വേണ്ടതെന്ന്. 9:16 ഉണ്ട്, 16:9 ഉണ്ട്, 1:1 ഉണ്ട്. ഇനി 360 വിഷ്വൽ എന്താണെന്ന് നോക്കാം. എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് ക്യാമറ ഉള്ളത്. ഈ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടന്നാൽ മതി. ക്യാമറ എന്തൊക്കെ പകർത്തുന്നു വെച്ചാൽ ആകാശം, മരങ്ങൾ, പാറക്കെട്ട്, വെള്ളച്ചാട്ടം, കാട്, പല വ്യൂകളിൽ ഇങ്ങനെ പകർത്തും. ഇതാണ് 360. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് എഡിറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എഡിറ്ററിലേക്ക് പോവാം. ഈ എഡിറ്ററിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം കട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം മതി. നമ്മൾ ക്യാമറ ഓണാക്കുന്നത് ഓഫാക്കുന്നതൊക്കെ ഒഴിവാക്കാം. ഇവിടെ തൊട്ട് തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഇതിങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് കൺഫേം ക്ലിപ്പ് കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് ആൻഡ് എക്സ്പോർട്ട് കൊടുക്കുക. ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാം, സ്പീഡ് കൂട്ടാം. കളറിൽ ഇവരുടെ ഒരു കളർ പ്ലസ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. അത് നല്ലതാണ്. പിന്നെ സ്നാപ്ഷോട്ട് നിങ്ങൾക്ക് അറിയില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഗോ ടു മോർ എഡിറ്റ്സ്, അതാണ് നമ്മുടെ കാര്യം ചെയ്യേണ്ടത്. മ്യൂട്ട് ചെയ്യുക, കാരണം ആ ഓഡിയോ അത്ര രസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ കീ ഫ്രെയിം എന്നൊരു സാധനം കാണാം കേട്ടോ. അത് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ യെല്ലോ പ്ലസ് ബട്ടണാണ്. നമ്മൾ ഏത് ആംഗിളിൽ കാണണം തീരുമാനിക്കുന്ന കീ ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ തൊട്ട് തുടങ്ങുകയെന്ന് വയ്ക്കുക. അപ്ഡേറ്റ് വ്യൂ കൊടുക്കുക. എന്നിട്ട് ഈ കീ ഫ്രെയിം പ്ലസ് ചെയ്യുക. ഇനി മുന്നോട്ട് പോവുക. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു ആംഗിളിൽ കാണണം തോന്നുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആംഗിൾ ഇങ്ങനെ തിരിക്കുക. ഇനി ആ വെള്ളച്ചാട്ടമാണ് കാണേണ്ടത്. ഓക്കെ, വെള്ളച്ചാട്ടം കണ്ട് ആംഗിൾ സെറ്റ് ചെയ്തു. എന്നിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി വിഷ്വൽ നോക്കിക്കോണേ. ഇങ്ങനെ വന്ന് ആ വിഷ്വൽ ഓട്ടോമാറ്റിക്കായി അങ്ങനെ തിരിയും. എന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ കീ ഫ്രെയിം സെറ്റ് ചെയ്തത്. ഇനി ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചും കൂടെ ഡെപ്ത് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇനി നോക്കണം. ഞാൻ നടന്ന് കയറി വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ സൂം ചെയ്തു. വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗം കാണണം നിൽക്കുക. അവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. വെള്ളച്ചാട്ടത്തിന് ഇങ്ങനത്തെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ വെള്ളച്ചാട്ടത്തിലേക്ക് നീക്കുകയാണ്. ഇനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനൊരു കീ ഫ്രെയിം കൂടെ സെറ്റ് ചെയ്തു. ഇനി വിഷ്വൽ നോക്കാം. മോൾ ഭാഗം കണ്ടു. വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഞാനതേ ക്യാമറ നീട്ടി പിടിക്കാൻ പോവാണ്. ഇതേ ക്യാമറ നീട്ടി പിടിച്ച് വെള്ളത്തിലേക്ക് പുറത്തേക്ക് വന്നു. ഇനി നമുക്കൊരു കീ ഫ്രെയിം വേണ്ടാന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുക, ആ യെല്ലോ ചതുരത്തിൻ്റെ അവിടെ നമ്മുടെ ലൈൻ കൊണ്ട് നിർത്തുക. D- അമർത്തിയാൽ മതി. ഇനി ഒരു കീ ഫ്രെയിം കൂടെ. ഇതിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൂടെ ക്യാമറ പിടിച്ചാണ്. X3 സ്റ്റേബിളാണ്. വെള്ളത്തിലിറക്കിയാലും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യണം. എന്നെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണണം. അപ്പോൾ ഇതേ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ വിഷ്വൽ നോക്കാം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചു. പിന്നെ തിരികെ എൻ്റെ അടുത്തേക്ക് വന്നു. ഇതാണ് കീ ഫ്രെയിം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് എടുക്കുക. അതിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് ഉണ്ടാവും, അത് വേണമെങ്കിൽ മാറ്റാം. 4Kയിലാക്കാം, ബിറ്റ് റേറ്റ് കൂട്ടാം. ഫ്രെയിം പെർ സെക്കൻഡ് ചിലതിൽ സ്റ്റഡി ആയിരിക്കും, അല്ലാതെ 60 ആക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക.
റിമൂവ് ഗ്രെയിൻ കൊടുക്കുക, അതൊരു നല്ല ഫീച്ചറാണ്, ഗ്രെയിൻസ് ഉണ്ടാവില്ല. എക്സ്പോർട്ട് ഫോൺ കൊടുക്കുക. ഇത്രയുള്ള കാര്യങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 കീ ഫ്രെയിമുകളുടെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ടൈം ഉണ്ടാവണം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഫ്രെയിമുകൾ മാറും, അത് നമുക്ക് വിഷ്വലി അത്ര രസം ഉണ്ടാവില്ല. രണ്ടാമത്, ഓരോ കീ ഫ്രെയിമും വളരെ സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാൻ. സൂക്ഷിച്ച് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി വേണം. നമുക്ക് അല്ലാതെ വെറുതെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യല്ല, ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഫ്ലോ വേണം വീഡിയോയ്ക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് 360 വീഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊന്നും നമ്മളിതിൽ പറഞ്ഞിട്ടില്ല. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ഇത്രയാണ്. ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടം പോലെ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. അടുത്ത തവണ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ കീ ഫ്രെയിംസിൻ്റെ ഭാഗങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ന്യൂ എഡിറ്റ് ആക്കിയിട്ട് എടുത്താൽ അതിൽ നിന്ന് വേറൊരു വീഡിയോ ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ. ഇതിപ്പോൾ ഞാൻ ആ ആംബിയൻസ് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കര ഡ്രാമാറ്റിക് സാധനങ്ങളൊന്നും ചെയ്തില്ല. നമ്മൾ സാധാരണ പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ എഡിറ്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ഇങ്ങനെയുള്ള വൈബ്രൻറ്റ് സാധനങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സുന്ദരമായിട്ട് എഡിറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് വീഡിയോ കിട്ടും.